ഇപ്പോൾ പറയാൻ പോണത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡാണ്. ഈ തന്നിരിക്കുന്നതെല്ലാം നമുക്ക് കോസ്റ്റുകളാണ്. അതായത് ഓരോ സ്ഥലത്തു നിന്നും ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ എടുക്കുന്ന കോസ്റ്റുകളാണിത്. ഇപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറിൽ നമ്മൾ ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5ഉം 7ഉം ഉണ്ടല്ലോ, ഇതിലെ ഏറ്റവും ചെറിയത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 5 അല്ലേ, ആ 5 എടുത്ത് നോർത്ത് വെസ്റ്റ് കോർണറിൽ നമ്മൾ അലോട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് 5 ഫുൾ വെട്ടിക്കളയുന്നു. 5 വെട്ടി 0 ആവുന്നു. 7 വെട്ടി ബാക്കി എന്താ ഉള്ളത്, 2 ഉണ്ട്. ഓക്കെ, ഈ ഭാഗമല്ലേ 0 ആയിപ്പോയി, അപ്പോൾ ആ റോ അങ്ങനെ തന്നെ വെട്ടിക്കളയുന്നു. ഇനി നമുക്ക് ഈ ഇത്രയും സെൽസേ ബാക്കിയുള്ളൂ. അടുത്ത് നോക്കുന്നു 8ഉം 2ഉം. ചെറുതേതാ, 2 നമ്മളവിടെ അലോട്ട് ചെയ്യുന്നു. ആ 2 വെട്ടി 0 ആവുന്നു. 8ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്, 6. താഴേക്കല്ലേ 0 ആയത്, അപ്പോൾ താഴേക്ക് വെട്ടിക്കളയുന്നു. ഇനി ഇത്രയും സെൽസാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ 3ലാണ് അലോട്ട് ചെയ്യേണ്ടത്. നോർത്ത് വെസ്റ്റ് ഇപ്പോൾ മൂലയിലുള്ളത് വേണം നോക്കാനായിട്ട്. 6 ഉണ്ട് 9 ഉണ്ട്. ഏതാ ചെറുത്, 6 ഇവിടെ അലോട്ട് ചെയ്യുന്നു. 6 ഫുള്ള് പോയി. ഇനി ബാക്കി എന്താ ഉള്ളത്, 9ൽ 6 പോയി കഴിഞ്ഞാൽ ബാക്കി 3 ഉണ്ട്. ഇനി എവിടേക്കാണോ 0 ആയത് ആ വഴി വെട്ടിക്കളയുന്നു. ഇനി ഇത്രയും സെൽസാണ് ബാക്കിയുള്ളത്. 7 ഉണ്ട് 3 ഉണ്ട്. ഈ 4ൻ്റെ നോക്കുമ്പോൾ കേട്ടോ, 7ഉം 3ഉം. 3 അല്ലേ ചെറുത്, അപ്പോൾ 3 ഇവിടെ അലോട്ട് ചെയ്യുന്നു. 3 ഫുള്ള് പോയി. 7ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി 4 ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടേക്കല്ലേ 0 ആയത്, ഇതിങ്ങനെ വെട്ടിക്കളയുന്നു. ഇനി 7 ഉണ്ട് 2 ഉണ്ട്. ഓക്കെ, കോർണർ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും 7. അപ്പോൾ നമുക്ക് 4 ഉണ്ട് 18 ഉണ്ട്. അപ്പോൾ അതിൽ ചെറുതേതാ, 4 അല്ലേ. 4 നമ്മളിവിടെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. 4 ഫുള്ള് പോയി 0 ആയി. 18ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ ബാക്കി 14 ആണുള്ളത്. കണ്ടോ, ലാസ്റ്റ് ഇങ്ങനെ 14 അങ്ങനെ വന്ന് നിൽക്കും. അങ്ങനെ വന്ന് നിന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയോ ചെയ്തതിലും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആ 14 ഇവിടെ അലോട്ട് ചെയ്തു. ഇത് വെട്ടിക്കളഞ്ഞിട്ടുണ്ടേ, 0 ആയത് വെട്ടിപ്പോയി. ബാക്കി ഇത് മാത്രമേ സെല്ല് ബാക്കിയുള്ളൂ. അത് ആ 14 ഇവിടെ അലോട്ട് ചെയ്തു. 14 വെട്ടി 0 ആയി. ഈ 14 വെട്ടി 0 ആയി. അപ്പോൾ എല്ലാ സെല്ലുകളും എല്ലാ ഡിമാൻഡും സപ്ലൈയും നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 0 എന്ന് പറഞ്ഞ് വന്ന് നിൽക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എവിടെയൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ട്, 5 × 2 ഈ സെല്ല്. ഓക്കെ, നെക്സ്റ്റ് 3 × 2 പ്ലസ് 3 × 2. അടുത്ത 3 × 6 പ്ലസ് 3 × 6. ഇനി അടുത്ത എന്താ, 4 × 3 പ്ലസ് 4 × 3 പ്ലസ് അടുത്ത എന്താ, 7 × 4 7 × 4 പ്ലസ് 2 × 14. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ.